ഹലോ. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സവാദിക്ക വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. സ്ത്രീകൾ സൂക്ഷിക്കുക. സവാദിക്കനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ മഹാൻ. അന്ന് മസ്താനി എന്ന് പറയുന്നൊരു പെൺകുട്ടി ആളുടെ അടുത്തിരുന്നിട്ട് ആളുടെ കയ്യിലിരിപ്പ് കാണിക്കുകയും എന്താണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ച ഓക്കെ. ആ പരിപാടി കാണിക്കുകയും ആ കൊച്ചത് വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ കുറച്ച് പേരെ അറിയിക്കുകയും ബസ്സിലുണ്ടായ ആൾക്കാർ റിയാക്ട് ചെയ്ത സമയത്ത് ഇവൻ്റെ ബാഗും കൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഗ് നിർബന്ധമാണ് ഇക്കാക്ക് ബാഗില്ലാണ്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഏത് KSRTC ബസ്സിൽ കയറിയാലും ഇക്കാക്ക് ബാഗ് വേണം. ബാഗ് മുഖ്യം ബിഗിലേ അമ്മാതിരിയാണ് ആളുടെ പരിപാടി. കാരണം അങ്ങേരെ കാണിക്കുന്ന കുൽസിതം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ബാഗ് മടിയിലിരിക്കണമല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ കാണുമല്ലോ. ഈ സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതോടെ ഈ സവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റിമാൻഡിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മെൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ ചെന്ന് മാലയിട്ട് സ്വീകരിച്ച് കൈകൊട്ടിയ ആഘോഷമായിരുന്നു. ഈ മസ്താനി എന്ന് പറയുന്ന പെങ്കൊച്ച് ബോൾഡായിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പലരും ആ കൊച്ചിനെ ആ സമയത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് സംശയമായിരുന്നു ഇത് ശരിക്കും നടന്നതാണോ അല്ല അവനെ പെടുത്തിയതാണോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സംശയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവളല്ലേ, നിനക്ക് ഇതൊക്കെ വലിയ കാര്യമാണോ വലിയ പ്രശ്നമാണോ എന്നുള്ള രീതിയിലും കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സവാദക്ക അത് കഴിഞ്ഞ് റിമാൻഡിൽ നിന്ന് ഇറങ്ങി മെൻസ് അസോസിയേഷൻകാർ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച ശേഷം ഇതേ പരിപാടിയുമായിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും KSRTC ബസ്സിൽ കയറി. അതും ന്യൂസായി പ്രശ്നമായപ്പം ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആൾക്കാരെ പിന്നെ എവിടെയും കണ്ടിട്ടില്ല. ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്നറിയോ, ചൊട്ടയിലെ ശീലം ചടല വരെ എന്നുള്ളത്. സവാദക്ക കുഞ്ഞുനാളിലെ ശീലിച്ച് വന്ന ഒരു ശീലമാണെന്ന് തോന്നുന്നു ഈ ബസ്സിൽ കയറിയിട്ട് ഇമാതിരി പരിപാടി കാണിക്കുക എന്നുള്ളത്. ഒരാൾ കൈയോടെ പിടിച്ചപ്പോൾ സവാദക്കയുടെ യഥാർത്ഥ ഫേസ് അങ്ങ് പുറത്തോട്ട് വന്നു. എന്തോന്ന് സവാദക്ക, വീട്ടിലെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ ഇക്ക, ഇവനൊക്കെ ഇക്കാന്ന് വിളിക്കേണ്ട വരുന്നൊരു ഗതികേട്. നിങ്ങൾ ആ ഇക്കയ്ക്ക് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ച് അങ്ങ് വെച്ചോ, എനിക്ക് വെയില്ല അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഭയങ്കര മോശമല്ലേ മുന്നേ സവാദിക്ക, കഷ്ടടേ. കുറച്ച് നാൾ ജയിലിലും കിടന്ന് ആൾക്കാർ പരസ്യമായിട്ട് അറിഞ്ഞ് ഊക്കി വിട്ടപ്പോഴെങ്കിലും ഈ മോനിതൊന്നും നിർത്താനായിരുന്നില്ലേ. അവൻ നിർത്തിയോ? ഇല്ല. ദേ 2 ദിവസം മുമ്പ് അവൻ വീണ്ടും ബസ്സിലോട്ട് കയറിയിരിക്കുന്നു. ആദ്യം അവനൊരു ബസ് കയറി മൊത്തമായിട്ട് ഒന്ന് തപ്പി ആടെ പെൺകുട്ടികളൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഈ തെണ്ടി ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിലോട്ട് കയറി. അടുത്ത ബസ്സിലോട്ട് കയറിയപ്പോഴോ അവിടെയും ഇത് തന്നെയായിരുന്നു സ്കാനിങ്. അവൻ ചെയ്യുന്നത് സ്കാനിങ് ആണ്. എനിക്ക് പറ്റിയ ഏരിയ എവിടെയെങ്കിലും ഉണ്ടോ, എനിക്ക് പറ്റിയ പെൺകൊച്ച് എവിടെയെങ്കിലും ഉണ്ടോ, സ്കാൻ ചെയ്ത് ഏതെങ്കിലുമൊക്കെ പെണ്ണിനെ കിട്ടിക്കഴിയുമ്പം അവളുടെ അടുത്ത് പോയിരിക്കും. ഇതാണ് സവാദിക്കയുടെ പരിപാടി. ഇവൻ്റെ ഈ പരിപാടി അറിയാവുന്നതുകൊണ്ടായിരിക്കണം ബസ്സിലുണ്ടായിരുന്ന ഏതോ ഒരു ചേട്ടൻ ഇവൻ്റെ ഈ വീഡിയോ എടുത്തങ്ങ് വെച്ചത്. കാരണം സവാദിക്കയ്ക്ക് അത്രയ്ക്ക് നല്ല കയ്യിലിരിപ്പാണേ. ഏതെങ്കിലുമൊക്കെ ഒരു പെങ്കൊച്ചനെ കണ്ടു കഴിഞ്ഞാൽ സവാദിക്കയ്ക്ക് അങ്ങ് ഇളകും. എവിടെ നിന്നൊക്കെയാണോ ഇളകുന്നതെന്നുള്ളത് സവാദിക്കയ്ക്ക് പോലും അറിയത്തില്ല. സവാദിക്കയുടെ മെയിൻ ഒരു സംഭവമാണെന്ന് തോന്നുന്നു KSRTC ബസ്. ഇവൻ എപ്പോഴൊക്കെ ഇതുപോലെയുള്ള കുൽസിതം കാരണം പിടിച്ചിട്ടുണ്ടോ അവൻ അപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ KSRTC ബസ്സിലായിരിക്കും. ഇതും KSRTC ബസ് സ്റ്റാൻഡ്. കഷ്ടമാടേ. എടാ നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ വല്ല മുള്ളുമരിക്കലും കയറി ഇറങ്ങണം മോനെ. അല്ലാണ്ട് മാന്യം മര്യാദയ്ക്കും ജീവിക്കുന്ന പെൺപിള്ളേരുടെ അടുത്ത് പോയിട്ടിരുന്ന് ഇമാതിരി വെകിളിത്തരം കാണിക്കുന്ന നിന്നൊക്കെ കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. അതുകൊണ്ടായിരിക്കും വീട്ടുകാരൊക്കെ താഴ്ന്നതല്ല മോനെ. കഷ്ടമാടാ. എടാ ഉളുപ്പ് വേണടാ. എടാ കഴപ്പണം കേട്ടവനേ, നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ? നിന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടും നീ ഈ പരിപാടിയാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നീ പിന്നെയും ഈ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന എന്തിനാടാ?
കുറച്ചെങ്കിലും ഉളുപ്പ് എവിടെ, കഷ്ടമാടേ കഷ്ടം. അപ്പോൾ സവാദമാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ സ്ത്രീകൾ സൂക്ഷിക്കുക. എവിടെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ചെരിപ്പോലി എടുത്ത് അവൻ്റെ ചെവിക്കെല്ലാം നോക്കി അങ്ങ് പൊട്ടിച്ചേരും. നാറി. അങ്ങനെയെല്ലാം നന്നാവട്ടെ. ശരി എന്നാൽ.